തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടി ഈ ബലിവേദിയിലണയാം ദിവ്യബലിക്കായി, നാഥൻ്റെ സ്നേഹബലിക്കായി. ഒരു തിരിനാളമായി നിൻ മുൻപിൽ തെളിയാൻ കൃപതൻ എണ്ണ നിറയ്ക്കണമേ. തിരുമുൻപിലുയരുമി പരിമളധൂപം പോൽ പരിശുദ്ധരായെന്നും മാറ്റണമേ. തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടി ഈ ബലിവേദിയിലണയാം ദിവ്യബലിക്കായി, നാഥൻ്റെ സ്നേഹബലിക്കായി. തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടി ഈ ബലിവേദിയിലണയാം ദിവ്യബലിക്കായി, നാഥൻ്റെ സ്നേഹബലിക്കായി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവിൽ അത്രയും വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, ഫെബ്രുവരി 4 വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയുടെ രക്തസാക്ഷിത്വ തിരുനാൾ. പോർച്ചുഗൽ സ്വദേശി ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട മകനാകുന്നു. വിശ്വാസത്തിനു വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കുന്നു, ശിരച്ഛേദം ചെയ്യപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ നമ്മൾ വിശുദ്ധ സ്നാപക യോഹന്നാനെയും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെയും അനുസ്മരിക്കുന്നുണ്ട്. ഈ 2 വിശുദ്ധരെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുമ്പോൾ 2 പേരും വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ട് തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവരാണ്. 2 പേരുടെയും ജീവിതത്തിൻ്റെ സവിശേഷത നോക്കുമ്പോൾ 2 പേരും ദാമ്പത്യ വിശുദ്ധിക്കായി നിലകൊണ്ട് അക്കാരണം കൊണ്ട് ജീവൻ വെടിയേണ്ടി വന്നവരാണ്. സ്നാപക യോഹന്നാൻ്റെ കാര്യം നമുക്കറിയാം. അന്നത്തെ രാജാവ് ഹെറോദേസിൻ്റെ ദാമ്പത്യ വിശുദ്ധിയില്ലായ്മ സഹോദരൻ്റെ ഭാര്യയുമായി ജീവിച്ചതുകൊണ്ട് അത് വിളിച്ചു പറഞ്ഞപ്പോൾ അത് രാജാവിന് സുഖിച്ചില്ല. നമുക്ക് കഥകളൊക്കെ അറിയാവുന്നതാണ്. ജോൺ ഡി ബ്രിട്ടോയുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അന്നത്തെ അദ്ദേഹം മധുര മിഷൻ്റെ തലവനായിരുന്നു തമിഴ്നാട്ടിൽ. അന്നത്തെ അവിടുത്തെ നാട്ടുരാജാവിനും അന്ന് നമുക്കറിയാം ഏറെ ഭാര്യമാരുണ്ടാകുമായിരുന്നു. എന്നാൽ ജോൺ ഡി ബ്രിട്ടോയുടെ ഉപദേശത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു ഭാര്യയെ നിലനിർത്തി മറ്റുള്ളവരെയൊക്കെ പറഞ്ഞുവിട്ട കൂട്ടത്തിലെ ഒരു ഭാര്യ, അവൾ വേറൊരു രാജാവിൻ്റെ പെങ്ങളായിരുന്നു. അപ്പോൾ ആ രാജാവിനോട് പറഞ്ഞ് എന്നെ വഴിയാധാരമാക്കിയ ഈ മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ആ രാജാവിൻ്റെ മുൻകൈയെടുപ്പ് മൂലം ജോൺ ഡി ബ്രിട്ടോയുടെ ജീവൻ അപകടത്തിലാവുകയാണ്. നമ്മൾ പ്രത്യേകം നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധിക്കായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ 2 പേരും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുതന്നെയാണ്. പല വിധത്തിലുള്ള അപകടങ്ങൾ പലതരത്തിൽ തലപൊക്കുമ്പോൾ ഈ വിശുദ്ധർ മാതൃകയായി നിന്ന് നമ്മെ ക്രിസ്തു സന്ദേശത്തിലേക്ക്, ക്രിസ്തു ദൗത്യത്തിലേക്ക് നമ്മുടെ കുടുംബജീവിതം ജീവിച്ചു മുന്നേറുവാനുള്ള കൃപയ്ക്കായി യാചിച്ച് നമുക്ക് ഈ ബലിയർപ്പണം ആരംഭിക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗമായിട്ട് പരേതരായ ഷീല പാണാപറമ്പിൽ, ഗോസ്മി വിൽസൺ അറക്കൽ, ജനോബ, റോസി തോമസ് ചക്കാലക്കൽ, പി കെ കുര്യാക്കോസ് വർഗീസ്, പുതുക്കയിൽ പുത്തമ്പുരയിൽ ഇവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നാം പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കുന്നു.
സഹോദരരെ, ഈ ബലി ഒരുക്കത്തോടുകൂടെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞു നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്ത് രക്ഷയുടെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയുടെ ഹൃദയം അങ്ങയോടും അങ്ങേ ജനത്തോടുമുള്ള സ്നേഹത്താൽ അങ്ങ് നിരന്തരം പരിപോഷിപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്താലും മാധ്യസ്ഥത്താലും ശക്തി പ്രാപിച്ച് സുവിശേഷത്തിൽ ആനന്ദിക്കുവാനും എല്ലാവരോടും ധീരതയോടെ അത് പ്രഘോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നേന്നേക്കുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുതേ. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുതേ. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ. അവിടുന്ന്
എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടി ആയിരിക്കണമേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ ദൃഷ്ടി ഈ ദാസന്റെ മേൽ പതിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ ലജ്ജിതനാകാൻ ഇടയാക്കരുതേ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവൻ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടി. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങളെന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയുടെയും മുൻപാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലരാകേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിനേൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും അമൂല്യമാമൊന്നും ഇല്ലെനിക്കേകുവാൻ. എന്നെ മാത്രം ഞാനങ്ങിൽ അർപ്പിക്കുന്നു. നീർമിഴിപ്പൂക്കളും പ്രാർത്ഥനയും എൻ മാനസത്തളികയിൽ നിറച്ചുവച്ചു. നീർമിഴിപ്പൂക്കളും പ്രാർത്ഥനയും എൻ മാനസത്തളികയിൽ നിറച്ചുവച്ചു. യോഗ്യമല്ലെങ്കിലും നാഥാ, എന്നെ സ്വീകരിച്ചനുഗ്രഹമേകിടു. എന്നെ സ്വീകരിച്ചനുഗ്രഹമേകിടു. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും സഹോദരരെ,
എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ അനുഗ്രഹത്താൽ ഞങ്ങളുടെ കാണിക്കകൾ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹാഗ്നിയാലാണല്ലോ വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ തൻ്റെ എല്ലാ ശാരീരിക പീഡകളെയും അതിജീവിച്ചത്. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ജ്വലിപ്പിക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ വിശുദ്ധരുടെ പുകഴ്ചയിൽ അങ്ങ് മഹത്വീകരിക്കപ്പെടുന്നു. അങ്ങേ ശക്തിയുടെ വിസ്മയനീയ പ്രവൃത്തികളാണല്ലോ അവരുടെ പീഡകളിൽ പ്രകടമാകുന്നത്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് കാരുണ്യപൂർവം ഈ വിശ്വാസ തീഷ്ണത പ്രദാനം ചെയ്യുകയും സ്ഥിരോത്സാഹത്തിൻ്റെ സ്ഥൈര്യം നൽകുകയും സഹനത്തിൽ വിജയം നൽകുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും അങ്ങയെ ആരാധിച്ചുകൊണ്ട് ഒരു നവ്യഗാനം ആലപിക്കുകയും ഞങ്ങളും മാലാഖമാരുടെ സർവ്വസൈന്യങ്ങളുമൊത്ത് അവിരാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു,
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ജോസഫ് മെത്രാനോടും വൈദികണത്തോടും സന്യസ്തരോടും അൽമായ സഹോദരരോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനുമായ ഭാഗ്യപ്പെട്ട യൗസേപ്പിതാവിനോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത വിശിഷ്യ ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ ജോൺ ഡിബ്രിട്ടോയോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊരളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ യേശുവേ, അങ്ങ് ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വിരുന്നാൽ പരിപോഷിതരായി ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോൺ ദി ബ്രിട്ടോയുടെ മാതൃകയാൽ ഞങ്ങൾ ഭൂമിയിൽ അങ്ങയോടുള്ള ആത്മാർത്ഥ സ്നേഹത്തിൽ വളരുകയും സ്വർഗീയ മഹത്വം എന്നേക്കും പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ദൈവസ്നേഹം മന്നിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം, സമ്പത്തിൽ മയങ്ങാതെ. മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമേവിടെ.
ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതിന്നാളും അങ്ങിൻ മുൻപേ പോയാൽ ഭയമേവിടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ. മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമേവിടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. ഉണ്ണീയേശുനാഥനേ ദേവനേ നമസ്തുതേ. ഉണ്ണീയേശുനാഥനേ ആകുല ഹാരക വാനലോക നായക. ഉണ്ണീയേശുനാഥനേ ദേവനേ നമസ്തുതേ. ഉണ്ണീയേശുനാഥനേ ജ്ഞാനികൾ തേടിടും ജ്ഞാനസൂര്യദേവനേ. ഉണ്ണീയേശുനാഥനേ ദേവനേ നമസ്തുതേ. ഉണ്ണീയേശുനാഥനേ.
നിത്യപിതാവേ, അങ്ങ് ഏകകുമാരൻ്റെ മനുഷ്യാവതാര രഹസ്യം എൻ്റെയും ലോകമാസകലമുള്ള മനുഷ്യരുടെ രക്ഷയ്ക്കും അങ്ങേ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. നിത്യപിതാവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും നസ്രത്തിൽ നിന്നും ബത്ലേഹമിലേക്കുള്ള ക്ലേശപൂർണമായ പലായനത്തെയും ആ യാത്രയിൽ യാതൊരു അഭയസ്ഥാനവും ലഭിക്കായകയാൽ അവർ അനുഭവിച്ച മനോദുഃഖത്തെയും എൻ്റെ നിത്യരക്ഷയ്ക്കും അങ്ങേ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. നിത്യപിതാവേ, കീറത്തുണികളാൽ ആവരണം ചെയ്യപ്പെട്ട ദിവ്യ ഉണ്ണി അനുഭവിച്ച അതികഠിനമായ തണുപ്പും അതുമൂലമുണ്ടായ കരച്ചിലും എൻ്റെ ആത്മരക്ഷയ്ക്കും അങ്ങേ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. നിത്യപിതാവേ, അങ്ങേ കുമാരൻ്റെ ചേതനാചാര സമയത്ത് ആ ദിവ്യ പൈതൽ അനുഭവിച്ച വേദനയും തത്സമയം ചിന്തിയ രക്തവും എൻ്റെ നിത്യരക്ഷയ്ക്കും അങ്ങേ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. നിത്യപിതാവേ, അങ്ങേ തിരുവചനം മനുഷ്യ ശരീരം പൂണ്ടപ്പോൾ ആ ദിവ്യ പൈതൽ കാണിച്ച എളിമ, ക്ഷമ, സ്നേഹം എന്നീ സുഹൃതങ്ങൾ ഞാൻ എൻ്റെ രക്ഷയ്ക്കും അങ്ങേ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. വചനം മാംസമായി ഞങ്ങളോട് കൂടെ വസിച്ചു. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഉണ്ണീശയോട് പ്രാർത്ഥിക്കാം. ഒരു പൈതലിന്റെ രൂപമെടുത്ത സർവശക്തനായ ദൈവമേ, അങ്ങേ അതിശയകരമായ ദൈവീകവും മാനുഷികവുമായ ആകൃതിയെയും പ്രതാപത്തെയും മഹത്വത്തെയും നന്മയെയും അനുകമ്പയെയും ഞാൻ ധ്യാനിക്കുന്നു. സൂര്യപ്രകാശം നല്ല സ്ഥലത്തും അഴുക്ക് നിറഞ്ഞിടത്തും ഒരുപോലെ പ്രകാശിക്കുന്നത് പോലെ അങ്ങയുടെ മുഖകാന്തി നല്ലവരെയും പാപികളെയും ഒരുപോലെ അങ്ങേക്ക് ആകർഷിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങേ കരുണയുടെ കണ്ണുകൾ പാപിയായ എൻ്റെ മേൽ തിരിച്ച് എൻ്റെ പാപങ്ങളെ കുറിച്ച് ഉത്തമ മനസ്താപം ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ. അവസാന വിധി ദിവസത്തിൽ അങ്ങേ ന്യായമായ കോപത്തിൽ നിന്ന് രക്ഷിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഉണ്ണീശോയെ, ഞാൻ അങ്ങയുടെ അധരങ്ങളെ പുകഴ്ത്തുന്നു. പിതാവിൽ നിന്നുള്ള അങ്ങയുടെ വാക്കുകൾ കൊണ്ട് എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ. അന്ത്യവിധി സമയത്ത് ശാപത്തിന്റെ ശകാരവർഷം എൻ്റെ മേൽ ഉണ്ടാകാതിരിക്കട്ടെ. പരുഷമായ ഒരു വാക്ക് ഉച്ചരിക്കുന്നതിന് മുമ്പ് എൻ്റെ അധരങ്ങളെ ബന്ധിക്കണമെന്ന് ഓ നാഥ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ എന്നും നിലകൊള്ളുവാൻ എൻ്റെ നാവിന് ശക്തി തരണമേ. ഓ സ്നേഹനിധിയായ ഉണ്ണീശോയെ, ലോകം മുഴുവൻ ആശ്ലേഷിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന അങ്ങേ ഉയർത്തിപ്പിടിച്ച കരങ്ങൾ എരിവുള്ള വിശ്വാസത്തോടെ ചുംബിക്കുന്നു. ആകാശമണ്ഡലത്തെ മുഴുവൻ പരിപാലിച്ചു കൊണ്ടുവരുന്ന അങ്ങേ ശക്തമായ കരങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. ഞങ്ങളുടെ ഓരോ ചലനവും പ്രവൃത്തിയും അങ്ങേ സ്തുതിക്കും വണക്കത്തിനും വേണ്ടി പരിണമിക്കുവാൻ അങ്ങേ ഭക്തരെ സഹായിക്കണമേ. ആമേൻ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.